മരിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ നേതാവിനെ കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണാൻ ആഗ്രഹമുള്ളവർ കൈവക്കും. മരിക്കുന്ന ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ എൻ്റെ വീടിന്റെ അകത്ത് തച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് താഴെ സൂചി വീണു. എൻ്റെ കയ്യിൽ നിന്ന് സൂചി താഴെ വീണപ്പോ പ്രവാചകന്റെ മുഖത്തെ പ്രകാശം കാരണം ഞാനത് നോക്കിയെടുത്തു എന്ന് മഹ്ദി ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ. അത്രയ്ക്കും സൗന്ദര്യവാനായ പ്രവാചകനെ മരിക്കുന്നതിന് മുമ്പ് കാണണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ഞാൻ വഴി പറഞ്ഞുതരാം. കാണണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. വഴി പറഞ്ഞു തരട്ടെ. പറമനുഷ്യന്മാരെ വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തോതിയാ മതി? പറ ചങ്ങായിമാരെ, എന്തോതിയാ മതി? മലയാളം ഞാനും ആ ചങ്ങാതിയും മാത്രമേ പറഞ്ഞു. ഇവിടെ എല്ലാവരും പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചതിന് മലയാളം പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും. ഒന്ന് പ്രസംഗിച്ച ഞാനും, പിന്നെ എന്നെ വിളിച്ച ചങ്ങാതി. ഓൻ എന്നെക്കാളും വഴുതു പറയുന്ന ആളാ. എന്നാ കടിച്ചാ പൊട്ടാത്ത വാക്ക് എങ്ങനെ പറയണമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ചങ്ങാതി കടിച്ചാ പൊട്ടാത്ത വാക്ക്, ഇതൊക്കെ പറയണ കേട്ടാ വിചാരിക്കുക അർശന്റെ മുകളിലുള്ള വാക്കാ. എന്തായാലും അള്ളാഹു ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഖുർആനിലെ ഒരായത്ത് ഓതിയാ മതി. മരിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ നേതാവിനെ കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതിക്കൂടെ? ഒരു ഇൻഷാ അല്ലാഹ് ഉറക്കെ പറഞ്ഞേ. പോരാ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഇനി പറ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അവസാനം പറഞ്ഞാൽ മതിയോ? ചിലപ്പോൾ മറന്നുപോകും. ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. സൂറത്ത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? സൂറത്തു തൗബ. ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനം ഒരായത്തുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് തുടങ്ങുന്ന 4 വരി കണ്ടുണ്ട്. എത്ര വെള്ളം തോന്നുന്നു? 4 വരി മാത്രമല്ല ഒരു സൂറത്ത്. മഹാനായ മുജാഹിദ് മുഖരി റളിയല്ലാഹു തആല അൻഹു, മഹാനായ ശിബിലി റളിയല്ലാഹു തആല അൻഹു അവരുടെ ചരിത്രം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്ത് ആരെങ്കിലും നമസ്കാരം കഴിഞ്ഞ് ഓതിയാൽ മരിക്കുന്നതിന് മുമ്പ് അവന് ലോകത്തിന്റെ നേതാവിനെ സ്വപ്നം കാണാൻ കഴിയും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ 4 കാര്യം സൂക്ഷിച്ചാൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പറഞ്ഞിരട്ടെ. ഇങ്ങോട്ട് നോക്ക്. സ്ക്രീനിൽ നോക്കുന്ന എന്തിനാ? ഞാൻ ഇവിടെ എട്ടടി നീളത്തിൽ നിൽക്കണ്ടില്ല. ഇങ്ങോട്ട് നോക്ക്. എല്ലാവരും സ്ക്രീനിലാണ് നോക്കണേ. അവിടെ ഗ്ലാമർ ഒന്നും കുറവാണ്. ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ വഴി സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹിക്ക് എഴുന്നേക്കുന്നില്ല സിറാജ് ഉസ്താദ്, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്? സുബഹിക്ക് തന്നെ എഴുന്നേക്കുന്നില്ല. സുബഹിക്ക് മുമ്പേ വഖത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബല സുബഹി, സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുന്നവൻ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒളിവെടുക്കുക. വഖത്താകുന്നതിന് മുമ്പേ ഒളിവെടുക്കുക. അല്ലാഹുവിന് ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് ആണുങ്ങൾ കയറുക, പെണ്ണുങ്ങൾ നിസ്കാര മുസല്ലയിൽ കയറുക. അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒളിവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നിസ്കാര പായിലെത്തി. മരിക്കണ കാലം വരെ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. 4ാമത്തെ കാര്യം, അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം. 4ാമത്തെ കാര്യം, ഈ പറഞ്ഞ 3 കാര്യം എളുപ്പം. പക്ഷെ 4ാമത്തെ കാര്യം നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം. 4 വിത്തർ നിസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിത്തർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. നമ്മൾ അപ്പോഴാ പച്ചയിറച്ചി തിന്നുന്ന സമയം. പള്ളിയിൽ നിന്ന് അങ്ങോട്ട് വിത്തർ നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയിട്ട് തിന്നാൻ പറ്റുന്നത് പോലെ നമ്മളെ തിന്നും, ഇല്ലേ? വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ടവർ കത്തീര. ഉമ്മ ഒരു റൂമിലും മോനൊരു റൂമിലും മോളൊരു മൊബൈലിലൂടെ. അല്ലാഹു നമുക്ക് ദാരിദ്ര്യം തരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, സൂറത്ത് തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്ത്, പുണ്യ നബിയെ നിനക്ക് മരിക്കുന്നതിന് മുമ്പേ കാണാൻ കഴിയുമെന്ന് നബി മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ മണി 10 ഇനി ആകെ അരമണിക്കൂറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ വഫാത്ത് പറയാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് പറയാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന് എനിക്കറിയില്ല. അത് കേൾക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നറിയില്ല. എങ്കിലും പറ്റുന്നത്ര പറഞ്ഞ് നമുക്ക് തൗബ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധമാണെന്ന് തോന്നുന്ന പ്രവാചകൻ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുകയാണ്, അവിടുത്തെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ജിബ്രീൽ പറയുന്നു, നബിയേ, ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവനും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാ. എല്ലാവരും ഇസ്ലാമിന്റെ കുടയ്ക്ക് കീഴിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് നബിയേ, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിലേക്ക് പോകാൻ സമയമായി നബിയേ. ഇബാദത്തുകൾ അധികരിപ്പിക്കണേ നബിയേ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ നബിയേ. പോകാൻ സമയം അടുത്തിരിക്കുന്നു നബിയേ. തയ്യാറെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അതിനുശേഷം ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കാലിന് നീര് കെട്ടുന്ന രീതിയിൽ എന്തിനാ നിസ്കരിക്കുന്നത്? അങ്ങയുടെ പാപം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, എല്ലാം അല്ലാഹു പുറത്തു തന്നല്ലോ, അങ്ങാണല്ലോ സ്വർഗം തുറക്കുന്നത്. എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അഫലാ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ? പ്രവാചകൻ ഇസ്തിഗ്ഫാറുകൾ പറയാൻ തുടങ്ങി, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ഹജ്ജിന്റെ സമയമെടുത്തപ്പോ ബിലാലിനെ വിളിച്ചിട്ട്, ബിലാലേ, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുകയാ, എന്റെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തയ്യാറെടുക്കാൻ വിളിച്ചു പറ ബിലാലേ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോയി നിന്നിട്ട് വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട്, പോകുന്നവര് തയ്യാറെടുക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു ചെന്നു. എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, ഞാൻ ഈ കൊല്ലം ഹജ്ജിന് പോകുകയാ, എല്ലാവരും തയ്യാറെടുത്തു. എന്റെ എല്ലാ ഭാര്യമാരും ഒരുങ്ങിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകന് ഭാര്യമാരെ മുഴുവനും ഒരുക്കുകയാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ ഹജ്ജിന് പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിന് ചെന്നു. പ്രവാചകൻ അതാ സ്വഹാബികളോട് അമല് പറഞ്ഞു കൊടുക്കുമ്പോ ഹജ്ജ് തുടങ്ങുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, എല്ലാവരും അമലുകൾ നല്ലതുപോലെ നോക്കി പഠിച്ചുകൊള്ളണം. എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്? എല്ലാവരും നല്ലതുപോലെ നോക്കി പഠിച്ചുകൊള്ളണം സ്വഹാബ. അടുത്ത കൊല്ലം ഇത് പറഞ്ഞു തരാൻ ഞാനുണ്ടാകുമെന്ന് തോന്നുന്നില്ല സ്വഹാബ. അല്ലാഹുവിന്റെ ഇങ്ങനെ പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമാ, രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കൊന്ന് നോക്കുകയാ. അടുത്ത കൊല്ലം ഇത് പറഞ്ഞു തരാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല സഹാബ.
റസൂലുള്ള ഇത് പറയുമ്പോ സഹാബികൾ രണ്ടുപേരും പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കുകയാ, ലോകത്തിന്റെ നേതാവ് പുഞ്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുത്തെ അവസാന പ്രഭാഷണത്തിൽ പലതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, സമയത്തിന്റെ കുറവ് കാരണം വിശദീകരിക്കുന്നില്ല. അവസാനം ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും നാട്ടിലേക്ക് കടന്നു വന്നു. അതാ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, സഫർ മാസം അടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നു ചെല്ലുകയാ. ഉഹദിന്റെ രണാങ്കണത്തിൽ ശഹീദായവർ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കിയിരിക്കുന്ന, മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കിയിരിക്കുന്ന, ഉഹദ് യുദ്ധത്തിൽ ശഹീദായവരെ ഖബറടക്കിയിരിക്കുന്ന ഖബർസാനിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു ചെല്ലുകയാണ്. ഓരോ ഖബറിന്റെ ചാരത്ത് നിന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ സലാം പറയുകയാ. എല്ലാവരോടും സലാം പറഞ്ഞു, എല്ലാവരോടും യാത്ര പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. സഫർ മാസത്തിന്റെ അവസാനത്തോടുകൂടി അടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നു ചെല്ലുകയാ. പ്രവാചകന്റെ കുടുംബക്കാര് കിടക്കുന്ന ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നു ചെന്നിട്ട് ഓരോ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് പ്രവാചകന് സലാം പറയുകയാണ്. എല്ലാവരോടും യാത്ര പറയുകയാ. പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെ വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ. വല്ലാത്ത തലവേദന കാരണം അല്ലാഹുവേ, ആയിഷ ബീബി കിടന്ന് കരയുകയാണ്. ആയിഷ ബീബി പറഞ്ഞു, നബിയേ, മരിച്ചാ മതി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, നീ മരിച്ചു പോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ. നിനക്ക് വേണ്ടി ഞാൻ ഖബർ കുടിച്ചു തരും ആയിഷ. നിന്റെ മയ്യത്ത് ഖബറിന്റെ അകത്ത് എന്റെ കൈ കൊണ്ട് ഇറക്കി വെക്കും ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തമാശ പറയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുമ്പോ ആയിഷ ബീബി പറഞ്ഞു, നബിയേ, ഞാൻ പെട്ടെന്നങ്ങ് മരിക്കൂല നബിയേ. ഞാൻ മരിച്ചാ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോകാനല്ലോ. കുറേ സമയം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, എനിക്ക് വല്ലാത്ത തലവേദന എടുക്കുന്നു ആയിഷ. എന്നിട്ട് പ്രവാചകന് ചുമ്മാതെയൊന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, ഞാനെങ്ങാണമങ്ങ് മരിച്ചുപോയാ, ഞാനെങ്ങാണമങ്ങ് മരിച്ചുപോയാ നീ എന്ത് ചെയ്യും ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആല പ്രവാചകന്റെ വാവുത്തി പിടിച്ചിട്ട് പറയുന്നു, നബിയേ, ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ, ഒരു തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, സഫറിന്റെ അവസാന ബുധനാഴ്ച റസൂലുള്ളാഹി തങ്ങൾക്ക് പനി പിടിക്കുകയാണ്. പടച്ചവരെ, ഓരോ ദിവസം കഴിയുമ്പോഴും പനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ശരീരവേദനയാണ്. പ്രവാചകന് പള്ളിയിലേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. എല്ലാ ദിവസവും പടച്ചവരെ ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്തിന്റെ സമയമാകുമ്പോ ബിലാൽ റളിയല്ലാഹു തആല പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് വിളിക്കും, നബിയേ, നിസ്കരിക്കാ സമയമായി നബിയേ. പ്രവാചകൻ പോയി നമസ്കരിക്കുന്ന പതിവ് അങ്ങനെയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ബിലാൽ റളിയല്ലാഹു തആല പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് വിളിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, ബിലാലേ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറയുകയാ. പടച്ചവനെ, പള്ളിക്കകത്ത് വല്ലാത്ത കരച്ചിലായിരുന്നു, പള്ളിക്കകത്ത് വല്ലാത്ത കരച്ചിലായിരുന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനം രണ്ട് സ്വഹാബികളുടെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് നടക്കാൻ കഴിയാതെ പ്രവാചകന്റെ കാലിങ്ങനെ വലിച്ച് വലിച്ച് പള്ളിക്കകത്ത് കിടന്നു ചെന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പ്രഭാഷണം
നടത്തി. സഹാബാ പിന്നെയും പ്രവാചകൻ ചോദിച്ചു, എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? യാ റസൂലല്ലാഹ്, എണ്ണയില്ല നബിയേ, വിളക്കിന്റെ അകത്ത് വെടിക്കാനുള്ള എണ്ണ പോലും ഈ വീടിന്റെ അകത്തില്ല നബിയേ. പ്രവാചകൻ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് കിട്ടിയ എണ്ണ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചു. റബ്ബേ, പ്രവാചകൻ വല്ലാത്ത രോഗം പിടിച്ച് ഇങ്ങനെ കിടക്കുകയാ. പെട്ടെന്ന് റസൂലുള്ള വിളിച്ചു, ആയിഷ അടുത്തേക്ക് വാ ആയിഷ, ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ട് വാ ആയിഷ. 7 ദിർഹം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊണ്ടുവെക്കുമ്പോ പ്രവാചകനെ കരയുകയാണ്. എന്തേ നബിയെ കരയുന്നത്? ആയിഷ, ഇതെന്റെ വീടിന്റെ അകത്ത് ഇരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ രക്ഷപ്പെടൂലല്ലോ ആയിഷ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക ആയിഷ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ 1 രൂപയും അല്ലാഹുവിന്റെ റസൂല് സദഖ കൊടുത്തു. ഒന്നുമില്ലായിരുന്ന സഹോദരാ, റബീഉൽ അവ്വൽ 12 സുബഹിക്ക് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ കർട്ടനൊന്നു മാറ്റി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല കർട്ടനങ്ങ് മാറ്റുകയാ. പ്രവാചകൻ ഓരോ സഹാബികളെയും നോക്കുകയാണ്. ഓരോ സഹാബികളുടെ മുഖത്ത് നോക്കിയിട്ട് പ്രവാചകൻ ഇങ്ങനെ സലാം പറയുകയാ. എല്ലാവരുടെ മുഖത്ത് നോക്കിയിട്ട് പ്രവാചകൻ ഒന്ന് ചിരിക്കുകയാണ്. റബ്ബേ, ളുഹായിന്റെ സമയമെത്തി, ളുഹായിന്റെ സമയമെത്തി. അല്ലാഹുവിന്റെ പ്രവാചകന് പെട്ടെന്ന് രോഗമങ്ങ് കൂടുകയാണ്. റസൂലുള്ളാഹിന്റെ രോഗമങ്ങ് കൂടുകയാ. പൊന്നുമോളെ അടുത്ത് വിളിച്ചു, ഫാത്തിമ, എല്ലാ റമളാനിലും വാപ്പ ഒരു പ്രാവശ്യം ഖുർആൻ ജിബ്രീലിനെ ഓതി കേൾപ്പിക്കാറുണ്ട്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചു ഫാത്തിമ. വാപ്പായിക്ക് പോകാൻ സമയമായി ഫാത്തിമ. വാപ്പ പോകുകയാണെന്ന് പറയുമ്പോ തന്റെ പൊന്നാര മകളിരുന്ന് കരയുകയാണ്. കരയുന്ന മകളെ രണ്ടാമതും അടുത്ത് വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, ഫാത്തിമ, വാപ്പയ്ക്ക് പുറകെ ആദ്യമായിട്ട് വരുന്നത് നീയാ മോളെ. അല്ലാഹുവിന്റെ റസൂല് പൊന്നുമോളെ ഉപദേശിച്ചു, ആയിഷ ബീവിയെ ഉപദേശിച്ചു, പ്രവാചകന്റെ ഭാര്യമാരെ ഉപദേശിച്ചു, എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. പെട്ടെന്ന് പ്രവാചകന്റെ രോഗമങ്ങ് കൂടുകയാണ്. റസൂലുള്ള വീടിന്റെ അകത്ത് തളർന്നു കിടക്കുമ്പോ വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതിൽ തുറക്കുവോ? ഫാത്തിമ ബീബി പറയുന്നു, ഇല്ല, എന്റെ ഉപ്പയ്ക്കൊട്ടും സുഖമില്ല, എന്റെ വാപ്പയ്ക്ക് അനങ്ങാ പോലും വയ്യ, രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ എന്റെ ഉപ്പ കടന്ന് പിടയുകയാ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാണ്. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. ഫാത്തിമ ബീവി എപ്പോഴും വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പ രോഗിയാണ്, സംസാരിക്കാൻ കഴിയില്ല, വാപ്പ തളർന്നു കിടക്കുകയാ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, അസ്റായിലാണ് മോളെ, വാതിൽ തുറക്കൂ ഫാത്തിമ. മലക്കുൽ മൗത്ത് കടന്നു വരികയാ. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വന്നു. അവിടുന്ന് ദുനിയാവ് വേണോ ആഖിറം വേണോ? റസൂലുള്ള പറഞ്ഞു, എനിക്ക് ആഖിറം വേണം. കാലിന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ കാലിന്റെ തള്ളവിരലിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ പ്രവാചകൻ കിടന്ന് പിടയുകയാ. അല്ലാഹുവിന്റെ റസൂല് കിടന്ന് പിടയുകയാ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. റസൂലുള്ള കൈകാലുകൾ അനക്കുന്നുണ്ട്. റസൂലുള്ളാഹിന് മരണവേദന സഹിക്കാൻ കഴിയാതെ അവിടുന്ന് വിളിച്ചുപോയി, അസ്റായിലേ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായിലേ.
എന്തൊരു വേദനയാ അസ്റായീൽ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കിതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ അറിയില്ല നബിയേ, എന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. ഇന്ന് വരെ ഒരാളുടെയും റൂഹ് പിടിക്കുമ്പോ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിളയുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ പ്രവാചകന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. അതാ വെള്ളത്തിന്റെ അകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ഇങ്ങനെ തുടയ്ക്കുകയാണ്. എല്ലാവരും ചാരത്ത് നിന്ന് കരയുകയാ. അല്ലാഹുവേ, അവസാനം റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, തന്റെ ചാരത്തിരിക്കുന്ന അതാ അടുത്ത് കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളപാത്രത്തിന്റെ അകത്തേക്ക് റസൂലുള്ള കൈയിടുകയാ. വെള്ളത്തിന്റെ അകത്ത് കൈമുക്കിയിട്ട് പ്രവാചകൻ ആ വെള്ളം കോരിയിട്ട് തന്റെ മുഖം ഇങ്ങനെ തുടയ്ക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടന്ന് പറഞ്ഞു, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയെങ്കിലോ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടഞ്ഞു പോയെങ്കില് എന്റെയും നിങ്ങളുടെയും അവസ്ഥയെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? നമ്മുടെ മരണരംഗമെന്തേ ആലോചിക്കാത്തത്? നമ്മൾ മരിക്കേണ്ടവരാണല്ലോ. റസൂലുള്ളാഹിന്റെ വഫാത്ത് ഇങ്ങനെയായിരുന്നെങ്കിൽ, അല്ലാഹുവേ, പാപങ്ങൾ ചെയ്യുന്ന, കണ്ണുകൊണ്ട് നോക്കുന്നത് പാപമാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമാണ്, നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, കൈ കൊണ്ട് പിടിക്കുന്നത് പാപമാണ്, കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഓരോ ദിവസവും കോടാരി കോടി പാപം ചെയ്യുന്ന നമ്മുടെ മരണമല്ലാ ഇങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിന്റെ നേതാവ് തന്റെ ഭാര്യയോട് പറയുന്നു, മരണത്തിന് വല്ലാത്ത വേദനയാ, തയ്യാറെടുക്കടേ വാപ്പാ, തയ്യാറെടുക്കടേ ചെറുപ്പക്കാരാ, തയ്യാറെടുക്കടേ പെങ്ങള്. അവസാനം അവിടുന്ന് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ ആയിഷ ബീബിയുടെ നെഞ്ചത്തിങ്ങനെ ചാരിക്കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടപ്പുറപ്പ് കടന്നു വരുന്നത്. കയ്യിലൊരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. പ്രവാചകൻ ആയിഷ ബീബിയുടെ മുഖത്ത് നോക്കി, ആ മിസ്വാക്കിലേക്ക് നോക്കി. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അത് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ കൈ അനങ്ങുന്നില്ല. സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വായ്ക്കകത്തേക്ക് അതെടുത്ത് വെച്ചിട്ട് പല്ലുകൊണ്ട് കടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. അവസാനം ആ റൂഹ് ഇങ്ങനെ തന്റെ അരകടിന് മുകളിലേക്ക് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമകന് മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ വളർത്തുമകനാ. തന്റെ പൊന്നാര വളർത്തുമകനെ കാണുമ്പോ പ്രവാചകനെ കൈ ഇങ്ങനെ അനക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു, മോനെ ഉസാമ, വാപ്പയ്ക്ക്
വാപ്പയ്ക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോരേ. അല്ലാഹു എന്റെ മരണമൊന്ന് എളുപ്പമാക്കി തരാൻ, അല്ലാഹു എന്റെ മരണമൊന്ന് എളുപ്പമാക്കി തരാൻ ഒന്ന് ദുആ ചെയ്യണേ എന്ന് ആംഗ്യം കാണിച്ചു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വാക്ക് പറയാൻ എനിക്കൊണ്ട് കഴിയില്ല, വാക്ക് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് നിർത്തുകയാണ്. ഈ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിൽ ഒരുമിച്ച് കൂടിയവരെ ഒന്നേ പറയാറുള്ളൂ, ഒന്നേ പറയാറുള്ളൂ. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല, ഏത് കോലത്തിലാ വരുന്നതെന്നറിയില്ല. മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കാൻ പേടിയാ, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മൃഗങ്ങൾ വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ച് കണ്ണ് തള്ളിയിട്ട് വായിലും വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് അല്ലാഹുവേ ഞങ്ങളുടെ മരണം നീ എളുപ്പമാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ മരണവേദന കുറച്ച് തരണേ അല്ലാ. കാലിന്റെ ചെരുപ്പിന്റെ അടിയിൽ പോലും ഒരു നിജസ് പറ്റിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്ത് നബിയെ ചെരുപ്പ് ഊരിയിട്ടിട്ട് നിസ്കരിക്കുക നബിയെ. അത്രയും പരിശുദ്ധനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഔറത്ത് മരിക്കണ കാലം വരെ ആരും കണ്ടിട്ടില്ല, ഭാര്യമാര് പോലും കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്, ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഔറത്തുകൾ പരസ്പരം കണ്ടിട്ടില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിസർജനം നടത്തിയാൽ അത് ഭൂമി വിഴുങ്ങുമായിരുന്നു. ഇത്രയ്ക്കും പരിശുദ്ധനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വലിയ പരിശുദ്ധനായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, സ്നേഹിച്ചാൽ ഇങ്ങനെയുള്ള പ്രവാചകനെയാണ് സ്നേഹിക്കേണ്ടത്. മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹ് മരിക്കുന്ന കാലം വരെ കൊണ്ട് നടക്കേണ്ടത് ഈ പ്രവാചകനെയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ നമ്മൾ നബിയെ സ്നേഹിച്ചില്ലെങ്കിലും, നമ്മൾ ആരും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചില്ലെങ്കിലും പ്രവാചകനെ നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് നമ്മളോട് വല്ലാത്ത മഹബ്ബത്തായിരുന്നു. ഓരോ മനുഷ്യനും തോന്നുമായിരുന്നു പ്രവാചകൻ എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അയ്യുന്നാസി അഹബ്ബു ഇലൈക യാ റസൂലല്ലാഹ്, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ് നബിയേ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരു അനുചരം ചോദിക്കുകയാ, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, എനിക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന് ഏറ്റവും ഇഷ്ടം ആയിഷ ബീവിയായിരുന്നു. സഹാബി ചോദിച്ചു, നബിയേ, ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്റെ ആയിഷയുടെ പിതാവിനെയാ, എന്റെ അബൂബക്കറിനെയാണ് എനിക്ക് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം. സഹാബി പിന്നെയും ചോദിച്ചു, പിന്നെ ആരാണ് നബിയേ? അവിടെ നിന്ന് പറഞ്ഞു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. സമയത്ത് ഇവിടെ നിന്ന് പറയുമ്പോൾ മറ്റുള്ള ഭാര്യമാരുടെ ശരീരത്തുകയാണ്. പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആയിഷാനെയാണ്. എല്ലാവരും കൂടെ ചർച്ചയായി. ഇടയിൽ വേർതിരിവ് കാണിച്ചെന്ന് ഒരിക്കലും പറയരുത്. ചില കാര്യങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാണ്. ചില കാര്യങ്ങളിൽ ചില ഭാര്യമാരോട് അവരുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് പ്രവാചകന് സ്നേഹം കാണിക്കുമായിരുന്നു. ഖദീജ ബീവിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാര് മുഴുവനും തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് എല്ലാവരും കൂടെ പറഞ്ഞു, ഫാത്തിമ, നിന്റെ വാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയല്ല, അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആയിഷാനെയാണ്. അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് നിന്റെ പിതാവിനോട് ചോദിക്കണേ. എല്ലാവരും കൂടെ ഫാത്തിമ ബീവിയെ പിതാവിന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് തന്റെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, വാപ്പാ, ഏറ്റവും കൂടുതൽ സ്നേഹം ആയിഷ ബീവിയോടാണോ വാപ്പാ?
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു മറുപടി എന്നറിയോ? മോളെ ഫാത്തിമ, നിനക്ക് എന്നെ ഇഷ്ടമാണോ ഫാത്തിമ? എന്നോട് നിനക്ക് സ്നേഹമുണ്ടോ ഫാത്തിമ? ആയിഷാ ഫാത്തിമ ബീബി പറഞ്ഞു, വാപ്പാ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണോ? എങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ എനിക്ക് ആയിഷാനെ വല്ലാത്ത ഇഷ്ടമാ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലോ ആയിഷാരെയും സ്നേഹിക്കണമെന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നമകളോട് പറയുന്നു. ആയിഷാ ബീവിക്ക് ഇത് കേൾക്കുമ്പോ വല്ലാത്ത സന്തോഷമായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് സന്തോഷത്തോടുകൂടി വീടിന്റെ അകത്തേക്ക് കിടന്നു വരുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല പ്രവാചകന്റെ മടിയിൽ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിലേക്ക് തല വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലേക്ക് തല വെച്ചിട്ട് ആയിഷാ ബീവി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ആയിഷ പറഞ്ഞു, പോരെ നബിയേ, ഇപ്പൊ ഇവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. തന്റെ ഭാര്യയുടെ ആഗ്രഹമല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഇരുകരങ്ങളും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർലി ആയിഷ, എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. എന്റെ ആയിഷ അറിഞ്ഞു ചെയ്തും അറിയാതെ ചെയ്തതും അല്ലാഹുവേ ഒറ്റയ്ക്ക് ചെയ്തതും പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതും എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ എന്ന് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല സന്തോഷം കാരണം ചിരിച്ച് ചിരിച്ച് പ്രവാചകന്റെ മടിയിൽ നിന്ന് താഴെ വീഴുകയാ. അവിടത്തെ തല താഴെ വീണു. പ്രവാചകൻ ചോദിച്ചു, ആയിഷ നിനക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടോ ആയിഷ? ഒരുപാട് സന്തോഷമായോ ആയിഷ? ആയിഷാ ബീവി റളിയല്ലാഹു തആല അവിടെന്ന് പറയുന്നു, നബിയേ എനിക്ക് വേണ്ടി അങ്ങ് പ്രത്യേകമായി ദുആ ചെയ്തല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ നിനക്ക് മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത് എല്ലാ ദിവസവും 5 നേരം, എല്ലാ ദിവസവും 5 നേരം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തിന്റെ നേതാവുണ്ടല്ലോ. അവിടെന്ന് പറയുന്നു, ആയിഷ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഈ ലോകത്ത് അവസാനം കടന്നു വരുന്ന മുസ്ലിം ഉണ്ടല്ലോ, ഈ ലോകത്ത് അവസാനമായി കടന്നു വരുന്ന മുസ്ലിമിന് വേണ്ടി എന്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി ഞാൻ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞ എല്ലാ ദിവസവും ദുആ ചെയ്യും ആയിഷ. എന്റെ പ്രിയമുള്ളവര്, എനിക്കും നിങ്ങൾക്ക് വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിന്റെ നേതാവ് ഓരോ നമസ്കാരം കഴിയുമ്പോഴും ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. വാപ്പാ നമ്മുടെ മക്കള് ചെയ്യുവോ? വാപ്പാ അന്ത് പ്രസവിച്ച മക്കള്, കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ നമ്മുടെ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് സ്വന്തം മക്കള് പോലും ദുആ ചെയ്യാറില്ല. പക്ഷേ ആര് ദുആ ചെയ്യുമായിരുന്നു? നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു ചെറുപ്പക്കാരാ, നമ്മളെ വല്ലാത്ത സ്നേഹമായിരുന്നു പൊന്നു പെങ്ങള്. നിനക്ക് വേണ്ടി നീ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നിന്റെ വാപ്പയുടെ നട്ടെല്ലിന് ജനിക്കാത്ത സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നെങ്കിലും സ്നേഹിക്കണമെങ്കിൽ ആ നേതാവിനെയല്ലേ, സ്നേഹിക്കണമെങ്കിൽ ആ നേതാവിനെയല്ലേ സ്നേഹിക്കേണ്ടത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്നേഹിച്ച മുത്തുനബിയെ സ്നേഹിക്കണമടാ പൊന്നുമോനെ, അല്ലാതെ കള്ള സ്നേഹമല്ലടാ. നാവ് കൊണ്ട് മാത്രമല്ല സ്നേഹിക്കേണ്ടത്, ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ പഠിക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് നിന്നെ പോലെ അതാ കാണാനഴകുള്ള സുന്ദരനായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുകയാ മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന സൗബാരേ, കാണാനഴകുള്ള
സുന്ദരനായ യുവാവായിരുന്ന സൗബാ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടെ എല്ലും തോലുമായിരിക്കുകയാ. ആരോഗ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എല്ലുകൾ വെളിയിൽ കാണുകയാണ്. അവിടെ സുന്ദരനായിരുന്നു, പക്ഷേ നിറമിങ്ങനെ മാറിയിരിക്കുകയാണ്. അവിടത്തെ നിറം പോലും നീല നിറമായി. എല്ലും തോലുമായിരിക്കുന്ന സൗബാ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് എന്തേ സംഭവിച്ചത്? എന്തു പറ്റി സൗബാരെ ഇങ്ങനെ സംഭവിക്കാറുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൗബാ തങ്ങളോട് ചോദിച്ചു, നിനക്ക് വല്ല രോഗവുമുണ്ടോ? യാ റസൂലല്ലാഹ്, എനിക്കൊരു രോഗവുമില്ല നബിയേ. ഞാൻ ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയോ? എനിക്ക് സമാധാനമില്ല നബിയേ, എനിക്ക് സമാധാനമില്ല നബിയേ. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, കാരണം എന്താ? യാ റസൂലല്ലാഹ്, എനിക്ക് എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം നബിയേ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം. കാണാതെ വന്നാ എനിക്ക് സമാധാനമില്ല നബിയേ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയേ. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നബിയേ. ഞാനെങ്ങാണമങ്ങ് മരിച്ചുപോയോ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്നെ തിരിച്ചറിയുമോ? ഈ സ്നേഹം എന്നോട് കാണിക്കുമോ? ഞാനെങ്ങാണ് സ്വർഗത്തിലായി പോയാ അവിടെന്ന് പറയുകയാണ്, പിള്ളറകളിൽ കൊണ്ട് നടക്കുന്നവരെ നമ്മൾ നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് ഖബർ സിയാറത്ത് ചെയ്തിട്ട് അവിടെ നമ്മൾ കൊണ്ട് പറഞ്ഞു, സ്വഹാബാ, എന്റെ കൂടപ്പിറപ്പുകളെ ഞാൻ എന്നാണ് കാണുന്നത്? എന്റെ കൂടപ്പിറപ്പുകളെ എന്നാണ് തമ്പുരാനെ ഞാൻ കാണുന്നത്? അബൂ ഹുറൈറ തങ്ങൾ പറയുകയാ, യാ റസൂലല്ലാഹ്, ഞങ്ങളല്ലേ നബിയേ അങ്ങയുടെ കൂടപ്പിറപ്പ്? ഞങ്ങളല്ലേ നബിയേ? സഹാബാ, നിങ്ങൾ എന്റെ കൂടപ്പിറപ്പല്ല, നിങ്ങൾ എന്റെ അനുചരന്മാരാ, നിങ്ങൾ എന്റെ അനുചരന്മാരാ. എന്റെ കൂടപ്പിറപ്പ് ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹോദരങ്ങൾ ആരെന്നറിയോ? റസൂൽ പ്രവാസനത്തിലെ പ്രവാചകന ഹൃദയത്തിന്റെ പിള്ളറകളിൽ കൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ആരാ? ലോകത്തിന്റെ നേതാവ് സ്വർഗത്തിൽ കൊണ്ടുപോകാ കാത്തിരിക്കുന്ന പ്രവാചകന്റെ കൂടപ്പിറപ്പ് ആരെന്നറിയോ? സഹാബാ, അവര് വരാനിരിക്കുന്ന ഒരു സമൂഹമാ, അവര് വരാനിരിക്കുന്ന ഒരു വിഭാഗമാ. അവനെന്നെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും അവനെന്നെ കണ്ടിട്ടില്ലെങ്കിലും അവന്റെ വാപ്പയെക്കാൾ, അവന്റെ ഉമ്മയെക്കാൾ, അവന്റെ ഭാര്യയെക്കാൾ, അവന്റെ മക്കളെക്കാൾ, അവന്റെ കൂടപ്പിറപ്പിനെക്കാൾ, എന്തിനവന്റെ സ്വന്തം ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം വരാനുണ്ട് സഹാബാ. അവരാണ് എന്റെ കൂടപ്പിറപ്പ്. ഈ സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് കൂടിയവര്, നമ്മൾ ഒരുമിച്ച് കൂടിയത് റസൂലുള്ളാഹിന് വേണ്ടിയാ, പ്രവാചകരോടുള്ള മഹബത്തിന്റെ പേരിലാ. നമ്മൾ ആരും എന്ന് വരെ കണ്ടിട്ടില്ല, എങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്നവരാ. എങ്ങനെ സ്നേഹിക്കണമെന്നറിയോ? ആമിനൂ കമാ ആമനന്നാസ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ, സഹാബികളെ സ്നേഹിച്ചതുപോലെ, സഹാബികളെ മനസ്സിലാക്കിയതുപോലെ, സഹാബികൾ ഇഷ്ടപ്പെട്ടതുപോലെ ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കാൻ പഠിക്ക ചെറുപ്പക്കാരാ.